കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. LDF മട്ടന്നൂർ നിയോജകമണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കമായി. KK ശൈലജ MLA നയിക്കുന്ന ജാഥ വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം 18-ന് സമാപിക്കും. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനാണ് KK ശൈലജ MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ജാഥാ പര്യടനം നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ കൂടാളിയിൽ നിന്നും ആരംഭിച്ച ജാഥ കോളോളം, ചാലോട്, തെരൂർ, പാലയോട്, കുറ്റിക്കര, കല്ലേരിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ബാൻഡ് മേളത്തോടൊപ്പം പടക്കം പൊട്ടിച്ചുമാണ് ജാഥാ ലീഡറെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് സ്വീകരിച്ചത്. കുറ്റിക്കരയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ M. സുസ്മിത അധ്യക്ഷത വഹിച്ചു. ജാഥ ഡെപ്യൂട്ടി ലീഡർ C. വിജയൻ, ജാഥ മാനേജർ NV ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NV ചന്ദ്രബാബു, CV ശശീന്ദ്രൻ, LDF നേതാക്കളായ KP രമേശൻ, KP അനിൽകുമാർ, മണാട്ട് കുമാരൻ, KT ജോസ്, M. രതീഷ്, അനിൽകുമാർ, ആലിൻ പറമ്പത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മട്ടന്നൂർ മണ്ഡലം ഇടതുമുന്നണി വികസന സന്ദേശ ജാഥയ്ക്ക് ചാലോട്ടിലും സ്വീകരണം നൽകി. ചാലോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടിയിൽ PV ദിനേശൻ അധ്യക്ഷത വഹിച്ചു. PK ചന്ദ്രൻ, അനിൽകുമാർ, ആലത്ത് പറമ്പ്, ഡെപ്യൂട്ടി ലീഡർ C. വിജയൻ, ജാഥ മാനേജർ NV ചന്ദ്രബാബു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ, KC അബ്ദുൽ ഖാദർ, ജാഥ ലീഡർ MLA KK ശൈലജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മഹാമാരികളൊക്കെ വന്നപ്പോൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതൊന്നും മാനിഫെസ്റ്റോയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമല്ല. കൊടുങ്കാറ്റുണ്ടാവും നമുക്ക് നേരത്തെ പറയാൻ പറ്റും. ചുഴലിക്കാറ്റെല്ലാം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആഘാതം എത്ര വലുതായിരുന്നു. ഓഖി, ചുഴലി, കൊടുങ്കാറ്റ്. അതുപോലെ തന്നെ 2 മഹാപ്രളയങ്ങൾ 2018-ലും 19-ലും, നിപ്പ വൈറസ് ബാധ, കോവിഡ് വൈറസ് ബാധ, ഇതെല്ലാം നമ്മൾ എത്ര സമർത്ഥമായിട്ടാണ് കുട്ടികൾ നേരിട്ടത്. UDFന്റെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ എന്ന് അവരുടെ കാലത്തെല്ലാം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രയോ മാസങ്ങളായിട്ടും മറിഞ്ഞു വീണുപോയ വൈദ്യുതി തൂണുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കാലഘട്ടമായിരുന്നു അത്. അതുപോലെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള മനുഷ്യരെ പിന്നീട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു അത്. പക്ഷേ നമ്മൾ അതിനെ നേരിട്ടത് ഇച്ഛാശക്തിയോടുകൂടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, നമ്മൾ തോറ്റുകൊടുക്കില്ല. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള തുക മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് തരണം. നമുക്ക് കിട്ടുന്ന പദ്ധതി വിഹിതം പെട്ടെന്നുണ്ടാകുന്ന ദുരന്തം പരിഹരിക്കാൻ ഉണ്ടാവില്ല. ബൂത്ത് സെക്രട്ടറിമാർ ജാഥ ലീഡറെ ഹാരാർപ്പണം ചെയ്തു. EPR വേശാല ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചാലോട്. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.